ഹലോ ഗൈഡ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റർ ബോയ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ താറിൻ്റെ ബാക്കി പണി പറഞ്ഞു തരാനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ അത് എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു അറിയാതെ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി. അത് കുഴപ്പമില്ല, പറഞ്ഞു തരാം, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാനതാ ബാക്ക് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓരോ പാർട്സായിട്ട് ഒട്ടിച്ചിട്ടില്ല, ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പാർട്സും പിന്നെ നമ്മുടെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇത്രയും തുറക്കുന്നതും പിന്നെ അതിനകത്ത് ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ വെച്ചൊട്ടിക്കണം. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയർ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ട് വീൽ ബേസ് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ അത് ഇവിടെ ഒരു പീസ് വെച്ച് മറച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. ഇത് സിമ്പിളാണ് കേട്ടോ. ആദ്യം ഒരു കോമ്പൗണ്ടിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ വെക്കുന്ന ടയറിൻ്റെ അളവിന് വെച്ച് അതിങ്ങനെ ഒട്ടിക്കണം. എന്നിട്ട് അതിൻ്റെ ആ സൈസിന് ഇവിടെ വെച്ച് ഒരു പീസ് ഒട്ടിക്കണം. അങ്ങനെ രണ്ട് സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പീസാണ്. അതിനകത്ത് രണ്ട് കാർഡ്ബോർഡിൻ്റെ പീസ് കൊടുത്തിട്ട് ആ ഡോർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ സംഭവം ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ആ വണ്ടിയിൽ എന്തായാലും പെയിൻറ്റിങ്ങും പിന്നെ ടയറും ഉണ്ടാക്കുന്നതായിരിക്കും, കണ്ടില്ലേ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളത്തെ ബ്രേക്കിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയണ്ടേ. നമ്മൾ ഇപ്പോൾ കാറിൻ്റെ പരിപാടിയൊക്കെ അത്ര അങ്ങ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ കാറ് ഇരുന്ന് അങ്ങ് പോയത്. അപ്പോൾ ഞാൻ ഒരു സെഡ് വെഗ ബസ് ഇതല്ല കേട്ടോ, ഞാൻ ഗ്യാരേജിൽ പോയിട്ട് കാണിച്ചു തരാവേ. എനിക്കിപ്പോൾ കാണിച്ചു തരാം, ഗ്യാരേജിലോട്ട് പോയിട്ട് വരാം. ഗ്യാരേജിൽ പോകുന്നതിൻ്റെ മുമ്പേ ഞാൻ എന്താ സെഡ് വെഗയുടെ കവളുണ്ടാക്കി. ഇനി സെദാസ്ത്രയുടെ കവളുണ്ടാക്കണം. സെദാസ്ത്രയാണോ സെദാസ്ത്രയാണോ എന്തോ, ഇനി ഇതിൻ്റെ കവളും കൂടെ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഗ്യാരേജിലോട്ട് പോയിട്ട് ബാക്കി കാണാം. അവിടെ രണ്ട് ബസ്സൊക്കെ ഉണ്ട്, ഒരു സെഡോണും ഒരു BMR-ഉം. ഞാൻ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട എന്തായാലും സബ് ചെയ്യണം കേട്ടോ ഗൈഡ്സ്. അപ്പം ഇവിടെ നല്ല മഴയൊക്കെയാണ്, അതുകൊണ്ട് സൗണ്ട് ഇത്തിരി ഇതായിരിക്കും. ഞാൻ ഈ കഥയൊക്കെ ഒന്ന് അടച്ചിടട്ടെ, അപ്പോൾ ചിലപ്പോൾ സൗണ്ട് കുറയുമായിരിക്കും ഗൈഡ്സ്. ഇപ്പോൾ വലിയ സൗണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഗൈഡ്സ്, ഇതാണ് നമ്മുടെ BMR ബസ്. വർക്കില്ലാൻ തീർന്നിട്ടുണ്ട്. ഇനി ടയറും ചേസും മാത്രം മതി. ഓക്കെ, ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, താനെ അടഞ്ഞോളും. സീൻ ലുക്കാണ് കേട്ടോ. ഇതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട്, ഒത്തിരി ഇതുണ്ട്. 2 3 4 5 ലൈറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഞാൻ ലൈറ്റ് കത്തിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ലൈറ്റിൻ്റെ എവിടെയാണെന്ന് അറിഞ്ഞൂടെ, കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ബസ്സിൻ്റെ അടിഭാഗത്താണ് കേട്ടോ. ഇത് സ്റ്റോറേജ് ബോക്സ് ഇവിടെ പിന്നെ സ്റ്റോറേജ് ബോക്സിനകത്തോട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കണക്ഷൻ കൊടുത്ത് ലൈറ്റ് കത്തിച്ചിട്ട് കാണിച്ചു തരാം ഗൈഡ്സ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ലൈറ്റ് വർക്ക്. ഇനി ഇതിനകത്ത് ഒരു ലൈറ്റും കൂടെ വെക്കാനുണ്ട്. അതേതാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഈ ലൈറ്റാണ്, സ്ട്രിപ്പ് ലൈറ്റ് എന്നാണ് കേട്ടോ. ഇതിന് 30 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണാം. നമ്മുടെ സെഡോൺ സീൻ ലുക്കാണ് കേട്ടോ. സെഡോണിൻ്റെ ഇതൊക്കെ തുറക്കാൻ പറ്റും, കണ്ടില്ലേ, ഇതൊക്കെ തുറക്കാൻ പറ്റും. സെഡോൺ സീൻ ലുക്കാ. അപ്പോൾ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ലൈറ്റാണ് കേട്ടോ അട്രാക്റ്റീവ്. ഇപ്പം അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബസ് സീനാണ്. ഞാൻ പറഞ്ഞ ഇത് അട്രാക്റ്റീവാണ്. ഫിറ്റിയിലൊക്കെ കണ്ടില്ലേ. ഇനി കഴിച്ച് നമ്മൾ ഇതിനകത്ത് സ്പീക്കറും പിന്നെ ഒരു ബ്ലിങ്കറാണ് വെക്കാൻ പോകുന്നത്. മീൻസ് സ്ട്രിപ്പ് ലൈറ്റ് പല കളറുള്ള ഒരു ബ്ലിങ്കറാണ്. ബ്ലിങ്കർ മീൻസ് ഇങ്ങനെ അണഞ്ഞും കത്തിയും നിൽക്കുന്ന
ഇത് വെച്ച് നോക്കിയേ കണ്ടോ, സീൻ ലുക്കാണ് കേട്ടോ. നമ്മുടെ സെഡോൺ ഇവിടെ കിടപ്പുണ്ട്. ഗേറ്റ്സ് എന്തായാലും ഇത്ര അടിപൊളിയായിട്ടൊക്കെ ചെയ്തതല്ലേ. പ്ലീസ് ഗേറ്റ്സ് എനിക്കൊരു 1K മതി ഗേറ്റ്സ്. അല്ലെങ്കിൽ ഈ വർഷം അവസാനിക്കുന്നതിൻ്റെ മുമ്പേ ഒരു 500 സബ്, പിന്നെ അത് പയ്യെ 1K അങ്ങനെ അങ്ങനെ കൂടിപ്പോയാൽ മതി. അത്രയൊക്കെ ഉള്ളു ഗേറ്റ്സ്, എൻ്റെ കൊച്ചാഗ്രഹമാണ്. കണ്ട കറക്റ്റ് BMR. ഓക്കെ ഗേറ്റ്സ്, ഈ വണ്ടിയുടെ സ്റ്റിക്കർ അടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിഗ്മേന്നാണ് കേട്ടോ. സിഗ്മേന്ന് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ലൈറ്റ് ഒന്ന് ഓണാക്കാം. കണ്ടില്ലേ, ഇതാ സിഗ്മ എന്നും പറഞ്ഞ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. അകത്തെ സീറ്റൊക്കെ എല്ലാം ഉണ്ട്, സീറ്റൊക്കെ ഒറിജിനൽ. കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും ഈ ലൈറ്റ് ഓഫ് ചെയ്യാം, അപ്പം കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിക്കിക്കകത്താണ് ബാറ്ററി ഇരിക്കുന്നത്. 2 എണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. ഞാനത് ഒന്ന് കണക്ഷൻ ഊരി എടുത്തിട്ട് കാണാം. ഗേറ്റ്സ് കണ്ടില്ലേ, ഇതാ നമ്മുടെ ഡ്രൈവർ സീറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റീറിങ് കണ്ട. പിന്നെ നമ്മുടെ ബാക്കി സീറ്റൊക്കെ അകത്താണ്. ഞാൻ ഡോറൊന്ന് തുറന്ന് കാണിച്ചു തരാം. ക്യാമറ അകത്തോട്ട് കയറോ? അതാണ് കണ്ടില്ലേ, സീറ്റ്, ക്യാബിൻ, ഡ്രൈവർ സീറ്റ്, അകത്തുള്ള സീറ്റ്. എനിക്ക് ഞാൻ ഈ ലൈറ്റ് ഒന്ന് അകത്തോട്ട് എടുത്ത് തരട്ടെ. ഇനി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാണാലോ, കണ്ട സീറ്റൊക്കെ കണ്ടോ? കണ്ട ക്യാബിൻ, ഡ്രൈവർ സീറ്റ്. സെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഈ ബസ്സിൽ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കേർട്ടാണ്. നിങ്ങൾക്ക് ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് എടുത്തു. ആണ്ടായിരിക്കും നമ്മളെ സറവറ എടുത്തിട്ടിട്ടുണ്ട് ബാറ്ററിയൊക്കെ. അപ്പോൾ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗ്യാരേജ് അതല്ല, നമ്മുടെ വീഡിയോ കാണണമെന്ന് ആരും സബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മാക്സിമം സബ് ചെയ്ത് 100 അടിപ്പിക്കാൻ നോക്കുക. ഇന്ന് തന്നെ 100 അടിച്ചാൽ അത്രയ്ക്കും സന്തോഷം. ഇപ്പോൾ വീഡിയോ ആണെന്ന് ആൾക്കാർ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചു, സബ് ചെയ്തു. അപ്പോൾ നമ്മുടെ സെഡോണിൻ്റെ സീറ്റും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി സീറ്റ് പെയിൻറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന പെയിൻറ്റ് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ കടയിലൊക്കെ 10 രൂപ 20 രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ അക്രോളിക് പെയിൻ്റാണ്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ടായിരുന്നൊരു കുട്ടി. ഈ പെയിൻറ്റ് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ വൈറ്റായി ഉണ്ട്, 2 ബ്ലാക്കുമാണ്. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇരിക്കുന്നത് ഫുള്ള് ബ്ലാക്ക്, ബാക്കൊക്കെ ഏത് കളറെങ്കിലും ആവട്ടെ. ഇവിടെ നമ്മുടെ പ്രസൻറ്റേഷൻ പേപ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രസൻറ്റേഷൻ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ നിങ്ങൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെഡ് വെഗ എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. സെഡ് വെഗ ഉണ്ടാക്കിയിട്ട് എന്തായാലും പകുതി ഉണ്ടാക്കിയിട്ട് എന്തായാലും അല്ല, ഞാൻ പറയാം, സെഡ് വണ്ണിൻ്റെ പകുതി പണി തീർന്നിട്ട് നമ്മൾ സെഡ് വെഗയുടെ പണി തുടങ്ങും. എന്നിട്ട് സെഡ് വെഗയുടെ പണി പകുതിയാകുമ്പം സെദാസ്ത്രയുടെ കൗളുണ്ടാക്കും. അതാണ് പ്ലാനിങ്. ഞാൻ ഈ കൗളെടുത്ത് കൗളിൻ്റെ പ്രിൻ്റ് എടുത്ത് ഇതിനകത്ത് വെച്ച് നോക്കി കേട്ടോ. സീൻ ലുക്കായിരുന്നു. നമ്മുടെ ജീപ്പിൻ്റെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അതിന് പെയിൻറ്റിങ്ങും കൂടെ ഉള്ളൂ. പെയിൻറ്റ് എനിക്ക് സ്പ്രേ പെയിൻ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് താമസം എടുക്കുന്നത്. ഗൈസ്, നമ്മുടെ ഇന്നോവ നിങ്ങൾ കണ്ടായിരുന്നു. ഇന്നോവ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന നമ്മൾ പെയിൻ്റൊക്കെ മാറ്റാൻ പോവുകയാണ്. സ്റ്റോക്ക് ചെയ്യുന്ന ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് എൻജിൻ ടൂണൊക്കെ ചെയ്ത് സീനാക്കി. ഞാൻ കാണിച്ചു തരാം. ഗൈസ് കണ്ടില്ലേ,
ബ്രോഡ് നോട്ട് ബിൽഡ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വെച്ചിട്ടുണ്ട്. എൻജിനൊക്കെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി. സ്ലാംഡ് ചെയ്ത് കേട്ടോ വണ്ടി. സ്കേർട്ട് ചെയ്ത് എക്സ്ട്രാ കണ്ടില്ലേ, ഫ്രണ്ടും സ്കേർട്ട് ചെയ്ത്, ബാക്ക് ഡിഫ്യൂസറും കൊടുത്ത്, വൈപ്പർ, സീറ്റ്. ഇനി നമ്മുടെ വണ്ടിയുടെ ബോഡി ഗ്രേ കളറും ഹുഡ് കാർബൺ ഫൈബർ റാപ്പും ചെയ്യാൻ പോവാണ്. അതെന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. വണ്ടി സീനാക്കുകയാണ് നമ്മൾ. സ്റ്റോക്കിൽ നിന്ന് ഇപ്പോൾ നോക്കി, സ്റ്റോക്ക് വണ്ടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ കിടപ്പുണ്ട്. എൻ്റെ എല്ലാ ചേട്ടൻ്റെയാണ്. എനിക്ക് ഇൻസ്റ്റയൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളതെല്ലാം പറഞ്ഞിട്ട് വീഡിയോ അങ്ങ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ബൈ.